ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ്, രാവിലെ കാലം ദൈവമേ, ഞങ്ങൾ നിന്റെ വചനത്തെ അനുഭവം ചെയ്യുകയും ഞങ്ങൾ വന്നിരിക്കുന്നു. കർത്താവേ ദൈവമേ, സ്തോത്രം. തിരുവചനം വായിച്ചിരുന്ന സഹോദരിമാർ രണ്ടുപേരെയും സാറാമ്മയെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കടന്നുതിരിക്കുന്ന ജനത്തെയും അനുഗ്രഹിക്കണമേ. നിന്റെ വചനം ഞങ്ങൾക്ക് അത് അനുഗ്രഹകരമായി തീരണമേ എന്നപേക്ഷിക്കുന്നു. ഏഴെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ വന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. അവൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മളത് ഏറ്റെടുക്കുക. സ്തോത്രം. നമ്മുടെ മനോസാക്ഷി സ്തോത്രം അതിനെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ 7-ാം വാക്യത്തിൽ വായിച്ചത് സ്തോത്രം, വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഫോർ ലെറ്റ് നോട്ട് anything of the Lord. The doubting heart will not receive anything from the Lord. സംശയിക്കുന്ന മനുഷ്യൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കരുത്. സ്തോത്രം. അതെ, വേവറിങ് ഫെയ്ത്ത്. The doubting heart is the reason for the most failures in prayer. Wavering faith. വേവറിങ് ഫെയ്ത്ത് എന്ന് മലയാളത്തിൽ എന്തോ ചഞ്ചലമായത്, ചഞ്ചലമായത്. അതിങ്ങനെ ഒരു വേവർ ചെയ്തുകൊണ്ടിരിക്കുക. അചഞ്ചലമല്ല, ചഞ്ചലിച്ചുകൊണ്ടിരിക്കണം. അത് വേണം, ഇത് വേണം, ഉണ്ടല്ലോ. അങ്ങോട്ടൊന്നും നോക്കും, ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യും. അതാണ് ഈ വേവറിങ് എന്ന് പറയുന്നത്. അത് സ്തോത്രം. സോ വി ഷുഡ് ഹാവ് എ കറക്റ്റ് ഒബ്ജക്റ്റ് ഓഫ് ഫെയ്ത്ത്. അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. കറക്റ്റ് ഒബ്ജക്റ്റ് ഓഫ് ഫെയ്ത്ത് അത് നമ്മൾ രൂപീകരിച്ചെടുക്കണം. ഹല്ലേലൂയ. നമ്മൾ പല കാര്യങ്ങളിലും എല്ലാവരും ചേർത്തുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ എന്നെക്കുറിച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലാതെ തെറ്റിദ്ധരിക്കുന്നത്. നമുക്ക് പലപ്പോഴും രോഗസൗഖ്യം കിട്ടാതിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും വേവറിങ് ഫെയ്ത്താണ്. അത് കിട്ടുമോ, കിട്ടിയോ, ഇങ്ങനെയൊക്കെയുള്ളൊരു സംശയം ഉടലെടുക്കുന്നുണ്ട്. അത് നമുക്കുണ്ടാകരുത്. സ്തോത്രം. അതിന് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കല്ലാതെ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ സംശയിക്കുന്നവൻ കാറ്റിനാൽ അടിച്ചു മാറ്റപ്പെട്ട തിര പോലെയാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച 6-ാം വാക്യത്തിൽ നമ്മൾ ധ്യാനിച്ചായിരുന്നു. കാറ്റിനാൽ അടിച്ചു മാറ്റപ്പെട്ട തിര പോലെയാണ്. അപ്പം വേവറിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ വൺ ഹാവിങ് ആൻ ഇംപ്രോപ്പർ ഓബ്ജക്റ്റ് ഓഫ് വൺസ് ഫെയ്ത്ത് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളൊരു കാര്യം ഷെയർ ചെയ്തത് ഞാൻ ഇപ്പം ഈ യൂട്യൂബിലും ഒക്കെ ഈ AI ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പലർക്കും അതിൻ്റെ അറിയാതെ ഇപ്പം ഇങ്ങനെയുള്ളതായ ടെക്നോളജി ഉപയോഗിച്ച് സുവിശേഷമോ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന യൂട്യൂബ് എന്താ പറയുന്നത്, പിക്ചേഴ്സോ പ്രസംഗം ഒക്കെ കിട്ടാറുണ്ട്. അതിനൊക്കെ നല്ല ഓഡിയൻസാണ്. 2 ലക്ഷം ഇപ്പം നടന്ന കാര്യം പറയുന്നത്, ഉണ്ടാക്കി പറയില്ല. 2 ലക്ഷം ഓഡിയൻസ് കാണാൻ, സബ്സ്ക്രൈബേഴ്സ് 1 ലക്ഷം. സത്യവചനം പറയുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ 10, 300, 400 പേരേ ഉള്ളൂ.
അതാ വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് ഒരാൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, അതായത് അപ്പോൾ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ എനിക്കിത് അയച്ചു തന്നു, ഇതുപോലുള്ള AI ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, അത് പിന്നെ ശരിയായ ഒരു കാര്യമല്ല, അത് അല്ല. ഇന്ന് 75% മെസ്സേജ് ഇത് വരുന്നത് AI ടെക്നോളജി ഉപയോഗിച്ചാണ്. അപ്പോൾ അത് ആളെന്നോട് പറഞ്ഞു, നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയാം, ആളെന്നോട് പറഞ്ഞു, വചനം ആണല്ലോ അവതരിപ്പിക്കുന്നത്, എന്നെ അതിൽ നല്ല ആൾക്കാർ കേൾക്കുമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. സത്യവചനത്തെ അസത്യമാർഗത്തിൽ കൂടിയാണ് അവതരിപ്പിക്കേണ്ടത്, ആണോ? സത്യവചനത്തെ അസത്യമാർഗത്തിൽ കൂടിയാണ് അവതരിപ്പിക്കേണ്ടത്, അല്ലല്ലോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ആരറിയാം? സാത്താൻ ഈ പരിപാടി ഇറക്കുന്നത് സ്തോത്രം. അതെ. അപ്പോൾ ഈ AI ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടി മനുഷ്യനിർമ്മിതമാണ്, ആണ്. അതിന് ആത്മാവില്ല. ഇപ്പം ഞാൻ സംസാരിക്കുന്നു, ബിജു സൗരി വേദോത്സവം വായിക്കുന്നു, അപ്പോൾ അതിലൊരു ആത്മാവിൻ്റെ സ്പർശനമുണ്ട്, ഇല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ട്, ഉണ്ട്. മനുഷ്യനിർമ്മിതമല്ല, അല്ല. അപ്പം അതിൽ ഒരു ജീവനുണ്ട്, മറ്റേത് ജീവനില്ല. മറ്റേത് സാത്താൻ അവതരിപ്പിക്കുക, സത്യത്തെ അസത്യമാർഗത്തിൽ കൂടി അവതരിപ്പിക്കുന്നു. തൽക്കാലം വളരെ കുറച്ച് ഓഡിയൻസിനെ കിട്ടും. അപ്പം ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ആണ്. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കൾ ഈ കാണുമ്പോഴേ, ഇപ്പം എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ കിട്ടാറുണ്ട്. കാണുമ്പോഴേ ഇപ്പം അറിയാം, ഒരുമാതിരിയൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇത് AI ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അത് തുറക്കാനേ പോകരുത്. കള്ളത്തരം വഞ്ചനയാണ്, ആണ് എന്ന് ഞാൻ. അപ്പം ഇതാണ് ഈ കാറ്റത്ത്, ഇത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ കാറ്റിനാൽ അടിച്ചു മാറ്റപ്പെട്ട തിര പോലെയാണ്. ഇത്രയേ ഉള്ളൂ. ആലടിയ. അപ്പം ഈ യാക്കോബ് 1:7 ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന കനസൗരി 1:7 ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് ഇരിക്കുന്നത് that man think that. അപ്പം അതൊരു പരിഹാസത്തോടാണ് പറയുന്നത്. that man is said with derision. അപ്പോൾ അത് പരിഹാസത്തോടു കൂടിയാണ് പറയുന്നത്, that man. മനസ്സിലാക്കണം? അതാണ് സ്തോത്രം. ഹല്ലേലൂയ. ഇത് അപ്പം വായിക്കുന്ന നമുക്ക് ചിലപ്പം തോന്നും അത് പേഴ്സണലി, അതായത് whether the phrase applies personally, that man. പക്ഷേ ആ പദപ്രയോഗത്തിൽ തന്നെയും യാക്കോബ് ലേഖനം എഴുതിയിരിക്കുമ്പം അപ്ലൈ ചെയ്യാണ്, that man, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു പരിഹാസ ചൊവയുണ്ട്. 1 കൊരിന്ത്യർ 1:21 വായിക്കുന്ന 1 കൊരിന്ത്യർ 1:21. 1 കൊരിന്ത്യർ 1:21. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായി കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷകത്തെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതെ, ദൈവത്തിന്റെ ജ്ഞാനത്താൽ. അതെ, ഇംഗ്ലീഷ് വായിക്കും. സോറി. ഇവിടെ ഇംഗ്ലീഷ് കണ്ട foolishness of preaching. പ്രസംഗത്തിന്റെ മോശത്വത്താൽ. ഇപ്പൊ പറഞ്ഞ പോലെ AI ടെക്നോളജി ഉപയോഗിച്ച് പ്രസംഗിക്കുന്നു, അവതരിപ്പിക്കുന്നു. ഇതൊക്കെ അത്
പ്രസംഗത്തിൻ്റെ ബോധത്വമാണ് അവതരിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അതിപ്പോൾ എല്ലാ രംഗങ്ങളിലും അത് കൂടിയിട്ടുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിപ്പാൻ നമുക്ക് കഴിയണം. അതും മറ്റൊരു രീതിയിലല്ല അവതരിപ്പിക്കേണ്ടത്. സത്യമാർഗത്തിൽ തന്നെ അവതരിപ്പിക്കണം. നാടകത്തിൽ കൂടിയും സിനിമയിൽ കൂടിയും അല്ല ദൈവവചനത്തെ അവതരിപ്പിക്കുന്നത്. മനസ്സിലാക്കണം ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവമക്കൾ ഇന്ന് നമ്മുടെ ജനറേഷനായി ഇതിൽ പെടുന്നത്. വേറെ ആരുമില്ല. അവർക്കാർക്കൊന്നും ഇത് അത്ര ബോധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയാണോ എനിക്കറിയത്തില്ല. സ്തോത്രം. ഓക്കെ, നമ്മൾ അത് അറിഞ്ഞിരിക്കുക. സ്തോത്രം. അപ്പം ലെറ്റ് നോട്ട് ദാറ്റ് മാൻ നമ്മൾ യാക്കോബ് ലേഖനം 1:7 നമ്മൾ വായിച്ചു. സ്തോത്രം. റിസീവിങ് ഫ്രം ദ ലോർഡ്. സ്തോത്രം. റിസീവിങ് എനിത്തിങ് ഓഫ് ദ ലോർഡ്. എനിത്തിങ് ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പം ലേബറിങ് ഫെയ്ത്ത് ആണ്. റിസീവിങ് എനിത്തിങ് ഓഫ് ദ ലോർഡ് അങ്ങനെയാണോ? അല്ല. നമ്മളൊരു കാര്യത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വിഷയമുണ്ട്, അതിനൊരു മോട്ടിവേഷനുണ്ട്. അപ്പോൾ മർക്കോസ് 9:24 നോക്കാം. 9:24. മർക്കോസ് 9:24. ബാലന്റെ അപ്പനുടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പം ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. അത് മുകളിലത്തെ 23 വായിച്ച സൗകര്യം. യേശു അവരുടെ നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നതിന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. അപ്പം അതെ, ഇംഗ്ലീഷിൽ കൂടി വായിച്ച സൗകര്യം. Jesus said unto him, If thou canst believe, all the things are possible to him that believeth. And straightway the father of the child cried out and said with tears, Lord, I believe, help thou mine unbelief. ആമേൻ. സ്തോത്രം. അപ്പം ഇവിടെ ഒരു കാര്യം കാണുകയാണ്. അതുകൂടെ വായിക്കുമ്പോൾ മനസ്സിലാകും. 22 വാക്യം എന്ന് വെച്ചാൽ 22 വാക്യം. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സിലെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ എനിത്തിങ് ഫ്രം ദ ലോർഡ്. നിന്നാൽ ഈ അപ്പൻ എന്ന് പറയാണ്, നിന്നാൽ വല്ലതും കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, നിന്നാൽ കഴിയുമെന്നോ? നിന്നാൽ കഴിയുമെന്നോ? അപ്പം യേശു തന്നെ അവിടെ കറക്റ്റ് ചെയ്യുക. നമ്മളിവിടെ പഠിക്കുന്ന ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിച്ചതുപോലെ വല്ലതും കിട്ടുമെന്നോ എന്നുള്ളത്. നിന്നാൽ വല്ലതും കിട്ടുമെന്ന് എന്താണോ പറയുന്നത്? അപ്പം യേശു അവനോട് കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവർ സകലവും കഴിയും. അപ്പോൾ ഇവിടെ ഒരു ഗെയിം കളിക്കുകയല്ല. ഏതെങ്കിലും ചൂതുകളി സ്ഥലത്ത് ചെന്ന് മെഷീനിലോട്ട് ചെന്ന് എന്തെങ്കിലും ഒന്ന് എറിയുന്നു, ആ ഉദ്ദിഷ്ട സ്ഥാനത്ത് ചെന്ന് വീഴുന്നു, എന്തെങ്കിലും കിട്ടും, അങ്ങനെ ആ ഒരു കൾച്ചറിലല്ല, ആ ഒരു മോട്ടിവേഷനിലല്ല നമ്മുടെ വിശ്വാസ മേഖല രൂപീകരിക്കപ്പെടേണ്ടത്. അല്ല, ഒരു എയിം ഉണ്ടായിരിക്കണം. വസ്തുനിഷ്ഠമായ രീതിയിൽ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം വചനവുമായിട്ട്. അതാ കർത്താവ് ചോദിച്ചു, നിന്നാൽ വല്ലതും കഴിയുമെന്നോ? അല്ല. അപ്പം ബാലന്റെ അപ്പനുടനെ നിലവിളി 24-ാം വാക്യം. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ തന്നെ ആള് പറയണത് അതൊരു അവിശ്വാസമാണ്. നിന്നാൽ വല്ലതും കഴിയുമെന്നോ? കണ്ടോ? അപ്പം ചോദ്യവും ഉത്തരവും
കർത്താവിൻ്റെ മറുപടി എല്ലാം ക്ലിയറാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പറയാം, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. കണ്ടോ കണ്ടോ എത്ര ക്ലിയറായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ദാറ്റ് മാൻ, നമ്മൾ യാക്കോബ് 1:7, or let not that man think. അതെ, ദാറ്റ് മാൻ അതല്ല, സ്തോത്രം, അങ്ങനെയല്ല. അപ്പോൾ ദൈവമക്കൾ ചഞ്ചലമായ വിശ്വാസം അല്ല വേണ്ടത്, ഡബിൾ മൈൻഡഡ് മാനാകാൻ പാടില്ല അല്ല. വിശ്വാസത്തിനും അവിശ്വാസത്തിന് ഇടയിൽ ആടി ഉലയുകയായിരുന്നില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മുടെ ഈ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കഥ പറഞ്ഞു പോകുന്ന പഠനമല്ല. ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നെങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പം വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ ആടി ഉലയുകയായിരുന്നില്ല അല്ല, അങ്ങനെ ഞാൻ പാടില്ല. ദാറ്റ്സ് എ ഡബിൾ മൈൻഡഡ് മാനാണ്. സ്തോത്രം. അപ്പം ഇൻ അതർ വേസ് that man is not facing both the directions at the same time. ഒരേ സമയം രണ്ട് ഡയറക്ഷനിലോട്ടുള്ള ചിന്താഗതി പാടില്ല. കോൺസ്റ്റൻ്റ് ആയിരിക്കണം, പർട്ടിക്കുലർ എയിം ഉണ്ടായിരിക്കണം. സ്തോത്രം. നമ്മുടെ വിശ്വാസ മേഖലയിൽ നമ്മളൊന്ന് വർദ്ധിച്ചു വരുവാതൊക്കെയാണ് നമുക്ക് ഇടയായിത്തീരുന്നത്. അത് ഇപ്പം നമ്മളെല്ലാം പ്രായാതിരിക്കുന്നവരൊക്കെയാണ് അല്ലേ? ആണ്. അപ്പം ഇപ്പം മരണവാർത്തകൾ ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു, അത് വളരെ സത്യമായ ഒരു കാര്യം. ഞാൻ പറഞ്ഞു നമ്മുടെ ബോസ്റ്റൺ സഭയിൽ തന്നെ 1/3 അതായത് തുടങ്ങി വെച്ച കാലം കൊണ്ട് 1/3 ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഈ ബോസ്റ്റൺ സഭയിൽ തന്നെ. 1/3. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് മരിച്ചു. അത് കഴിഞ്ഞപ്പം ചില മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സഭയിൽ പോകുന്ന ഒരാളിൻ്റെ വൈഫിൻ്റെ ചേട്ടത്തി മരിച്ചു ഇന്നലെ ചിക്കാഗോയിൽ. ഓക്കെ. അപ്പം ഇങ്ങനെ മരണവാർത്ത ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം അതിൻ്റെ വക്തിൽ നിൽക്കുകയാണ്. നമ്മളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പെണ്ണമ്മ സൗകര്യമൊക്കെ ആ വക്തിൽ നിൽക്കുകയാണ്. ഓക്കെ. അപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അവസരം അസുലഭ നിമിഷമാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് നമ്മളെ തന്നെ ഒന്നും കൂടി ശുദ്ധീകരിക്കാനും ക്രമീകരിക്കാനും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ വേണ്ടി ഉള്ളൊരു തയ്യാറെടുപ്പിൻ്റെ അവസരങ്ങളാണിപ്പോൾ. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ ചൂന്ന് അതിനെ കുറ്റം കണ്ടെത്തിയും മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നത് കണ്ടുകൊണ്ട് അതിനെ വിശകലനം ചെയ്ത്, ഇതൊന്നുമല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. ഇതൊക്കെ ശിക്ഷാർഹമായ കാര്യങ്ങളാണ്. മനസ്സിലാക്കണം. നമുക്കിതിലൊന്നും ടൈമൊന്നുമില്ല. മനസ്സിലാക്കണം. സ്തോത്രം. ആ ആൾ അങ്ങനെ പ്രാർത്ഥിച്ചു, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഇപ്പം പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പം അതിനെ വിമർശിക്കുന്ന എന്തോ ഇപ്പം തന്നെ ഇന്നലെ രാവിലെ ന്യൂജേഴ്സിയിലെ കുഞ്ഞുമോൾ സൗരി വായിച്ചു. അതൊന്നും വായിക്കുന്നതല്ല എനിക്ക് തോന്നുന്നു. ദൈവങ്ങളുടെ അറിവിന് വേണ്ടി സംഖ്യാപുസ്തകം 24:1 വായിച്ച്. സംഖ്യാപുസ്തകം 24:1 വായിച്ച്. സംഖ്യാപുസ്തകം 24:1 വായിക്കുന്നു. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലെയാം കണ്ടപ്പോൾ മുൻപിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു. ആരാ ഈ ബിലെയാം? ആര്? യഹൂദനല്ല. യഹൂദ ജാതിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ജാതീയന. അപ്പോൾ ഒരു ജാതീയന് പോലും മനസ്സിലായി ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന യഹോവയ്ക്ക് പ്രസാദമാണെന്ന്. ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ
പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം അതിനെ വിമർശനാത്മകമായ രീതിയിൽ ചിന്തിക്കുന്ന ബെന്തിക്കൂസുകാരുണ്ട്. പ്രസിഡന്റ് ട്രംപ് ആർക്കു വേണ്ടി ചെയ്യുന്നത്? ഈ കഷ്ടപ്പാട് സഹിക്കുന്നത് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ആണ്. അപ്പം അന്യജാതിക്കാരനായ ലക്ഷണം നോക്കുന്ന ലക്ഷണം നോക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ലക്ഷണം നോക്കുന്നവരാ ഹിന്ദുക്കളാണ്. അപ്പം ആ കാറ്റഗറിയിൽപ്പെട്ട ബിലയാമിന് മനസ്സിലായി ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന യഹോവയ്ക്ക് ഇഷ്ടമാണെന്ന് ബിലയാം കണ്ടപ്പോൾ നമുക്ക് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പം അതിനെ വിമർശനാത്മകമായ രീതിയിൽ കാണുന്നു ബെന്തിക്കോസുകാർ. മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വതന്ത്രം വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്, അത് കിടക്കട്ടെ അവിടെ. പ്രിൻസിപ്പിളിന് വേണ്ടി നിൽക്ക്, ദൈവവചനത്തിന് വേണ്ടി നിൽക്ക്. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഇഷ്ടമല്ലല്ലേ ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിന് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന പ്രസാദമാണെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയുണ്ടോ? ഇല്ല. അവിടെ മനസ്സിലാക്കണം. സ്വതന്ത്രം. അപ്പം ഈ വചനം അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന ബെന്തിക്കോസുകാർ പോലും പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പം അതിന് വൈരുദ്ധ്യം കാണിക്കുന്നു. ഇവിടേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഇവിടെ വായിച്ചതുപോലെ ദാറ്റ് മാൻ റിസീവിങ് ഫ്രം ദ ലോർഡ്. സ്തോത്രം. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ so that man is facing both direction at the same time. സ്തോത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വായിച്ചല്ലോ, നമ്മളിപ്പോൾ വായിച്ചത് മർക്കോസ് അല്ലേ, 9-ാം അധ്യായമല്ലേ? യെസ്, ഓക്കെ, മർക്കോസ് അല്ലേ? ആണല്ലോ. ഓക്കെ, റൈറ്റ്. അതെ, നമ്മൾ കണ്ടു. സ്തോത്രം. അപ്പം വിശ്വാസം എന്ന് പറയുമ്പം നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ വളരണം. സ്തോത്രം. അതിലിപ്പോൾ നമ്മൾ ഈ മർക്കോസ് ഇതൊന്ന് വായിക്കും, 6:5 വായിച്ച്. മർക്കോസ് 6:5. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിശ്വാസം നിമിത്തമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം. അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം എന്ന് പറയുമ്പോൾ സംഘടിതമായി സംഘടിതം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വായിച്ച സൗകര്യം Mark 6:5. And he could there do no mighty work, save that he laid his hands upon a few sick folk and healed them. And he marveled because of their unbelief. ഇവിടെ ഒരു കാര്യം ചിന്തിക്കാനുണ്ട്. ഈ പദപ്രയോഗത്തിൽ അവരുടെ അവിശ്വാസം എന്ന് പറയുമ്പോൾ ഒരാളുടെ അവിശ്വാസമല്ല, അവരുടെ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? സംഘടിതമായ സംഘടിതമാണ്. ഇപ്പം നമ്മുടെ സഭയിൽ മജോറിറ്റി ഈ പറഞ്ഞ ഒരു അവിശ്വാസം മേഖല രേഖപ്പെടുത്തിയ സംഘടിതമാണത്. 1, 2, 3 പേര് കാണുമായിരിക്കും ചിലപ്പം വിശ്വാസത്തിൽ നിൽക്കുന്നത്. അപ്പം സംഘടിതമായ ഇന്ന് അങ്ങനെയാണല്ലോ ഇപ്പം പെന്തിക്കോസ്തകൾ ഭരിക്കപ്പെടുന്നത്. ഭൂരിപക്ഷം നോക്കിയല്ലേ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ 12 പേര് കനാൻ നാട് ഒറ്റുനോക്കാൻ പോയി. 10 പേര് സംഘടിതമായിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞു, മോശയോട് എന്ന് പറഞ്ഞു. വേറെ 2 പേര് യോശുവയും കാലേബും എന്ന് പറഞ്ഞു, നോ, നമുക്ക് കീഴടക്കാം. അപ്പോൾ ഇത് സംഘടിതമായ അവിശ്വാസമാണ്. അപ്പം ഇതിനെ നാം കൈയടിച്ച് പാസ്സാക്കി വിടരുത്. നാം വിശ്വാസികളാണ്. സ്തോത്രം. അപ്പം ഇതിലേക്ക് ഇത്രയും വ്യക്തമാവണം
ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ വീഴാതെ അവൻ്റെ സന്നിധിയിൽ അല്ലേ കുറ്റമില്ലാത്തൊരു നിൽപ്പാൻ. അല്പം മുമ്പ് ഞാൻ പറഞ്ഞ ദൈവമക്കളെ, 80 വയസ്സ് കഴിഞ്ഞവരെ വിശേഷിച്ചും ബി കെയർഫുൾ. അല്ലെ, ഒരു വലയിലും ഒരു AI വലയിൽ വന്ന് ചെന്ന് വീഴരുത്. സംഘടിതമായ ഒരു അവിശ്വാസം നിങ്ങളുടെ സഭയിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകരുത്. ബി കെയർഫുൾ. ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സംഘടിതമായതും സാമൂഹികമായതുമായ അവിശ്വാസം ഒന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അല്പം മുമ്പ് പറഞ്ഞ പോലെ നമുക്കിതിനെ വിവേചിക്കാൻ ഉള്ള കഴിവ് വേണം. യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ, യൂട്യൂബ് കാണുമ്പോൾ തന്നെ ഇതൊരു വഞ്ചനയുടെ യൂട്യൂബാണ് എന്ന് മനസ്സിലാക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം ഈ കാലങ്ങളിൽ. ഇത് അവതരിപ്പിക്കുന്നവർക്ക് ഇപ്പോൾ യാതൊരു ഇതുമില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, പ്രസിഡന്റ് ട്രംപ് ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ആരോ അയച്ചു തന്നു. പ്രസിഡന്റ് ട്രംപ് കണ്ടാൽ നല്ല റിയൽ ഫോട്ടോയാണ്. ഒരിടത്ത് യാതൊരു അപാകതയും തോന്നത്തില്ല. പിന്നെ സാരി എടുത്ത് നിൽക്കുന്നൊരു പോലെ. അപ്പം ഇതെല്ലാം ഈ AI ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടികളാണ്. ഇത് കണ്ട് ആസ്വദിക്കാനല്ല, കാണുമ്പോഴേ അതിനെ വെട്ടിക്കളയണം. ഓക്കെ, ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ്. ഓക്കെ, അത് വിശ്വാസ മേഖലയിൽ ഇപ്പോൾ വചനം പറയുന്ന, അതുകൊണ്ട് വചനം തന്നെ പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട്, കള്ളത്തിന് മനസ്സിലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സ്തോത്രം. കർത്താവ് പറഞ്ഞു അവിടെ വീര്യപ്രവൃത്തിയൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല, അവരുടെ അവിശ്വാസം നിമിത്തം. അപ്പം അവനും ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. അപ്പം എന്തിന് കാര്യം? ഉപദേശം അവിശ്വാസത്തിൻ്റെ പ്രതിവിധിയാണ്. ഉപദേശമാണ്. ഉപദേശം കൊടുക്കാൻ മടിക്കരുത്. ഉപദേശം പറയാൻ പെണ്ണുമസൗകര്യം മടിക്കരുത്. ഉപദേശം പറയാൻ ആരെയും പ്രീതിപ്പെടുത്താനും ആരെയും ഹാപ്പിയാക്കാനുമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ല, സ്തോത്രം. വിശ്വാസത്തെപ്പറ്റി അത് പഠിപ്പിക്കേണ്ടത് ആവശ്യം ആയിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. വിശ്വാസത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന തത്വങ്ങളെപ്പറ്റി, അതായത് നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച്. അതിന് മോഡേൺ ടെക്നോളജിയല്ല ഉപയോഗിക്കേണ്ടത്. മോഡേൺ മനുഷ്യ നിർമ്മിതമായ ബുദ്ധിയല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. അല്ല സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു ടെക്നോളജിയുടെയും ആവശ്യമില്ല. അല്ലേ? മനസ്സിലാക്കണം, ഒരു ടെക്നോളജിയുടെ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം ഭയങ്കര ചൂടാണ് കേട്ട്. ഭയങ്കര ചൂട്. ഈ ചൂടുണ്ടായത് എങ്ങനെയാണ്? ചൂടുണ്ടാകാൻ കാര്യം പണ്ട് ഇപ്പം ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ആകാശത്തോട് പോകുന്നുണ്ടേ. ആകാശത്തിൽ ഒരുപാട് ലയിച്ച് ചൂട് കൂടി. ഇത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതാണിപ്പോൾ ചൂട് കൂടിയിരിക്കുന്നത്. ദൈവം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിനടുത്താന്ന് തോന്നുന്നു, പടക്കം പൊട്ടി എത്ര പേരാ? 10-15 പേര് മരിച്ചു. എല്ലാവരും വിചാരിച്ച് ഭൂമി ഉരുക്കമാണെന്ന് വിചാരിച്ചു. അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു. പടക്കം പൊട്ടിച്ചു. ഈ പടക്കമൊക്കെ ഉണ്ടാക്കുമ്പം അതിന് ചില മാർഗരേഖകളില്ലേ?
ഇതെങ്ങനെ ഇത് വളരെ ഒരു സിഗരറ്റ് കുറ്റിയുടെ പൊട്ടിത്തെറിക്കത്തില്ലേ? അപ്പം ഇതിനൊക്കെ ഗൈഡ് ലൈൻസ് കൊടുക്കണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ, അല്ലേ? ഇതൊന്നുമില്ല. പലരുടെയും വീടുകളിൽ ജനൽ പൊട്ടി തകർന്നു, ആ പടക്കം പൊട്ടി. നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഓക്കെ. അപ്പം ഈ മനുഷ്യർ യാതൊരു വിവരവും ബോധവും ഇല്ലാതൊക്കെയാണ് ഇപ്പം ഈ ചൂട് കൂടുന്നു. എന്താ ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്? ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആണ്. ഇന്ന് ക്യാൻസർ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഇന്നലെ എന്നോട് പറയണ്ടായി, ചെറുപ്പക്കാർക്ക് ക്യാൻസർ ആരോ ഇന്നലെ എന്നോട് പറയണ്ട, ആരാന്ന് ഓർക്കുന്നില്ല. ക്യാൻസർ ചെറുപ്പക്കാർക്ക് കൂടിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഇന്നത്തെ ആഹാര രീതി ഇന്ന് ആഹാരത്തിൻ്റെ രീതി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ടേസ്റ്റിന് വേണ്ടിയോ ഒക്കെ പല രീതിയിൽ വീർപ്പിക്കും. ഇപ്പം തന്നെ നമ്മൾ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, കണ്ടാൽ വലിയ വലിപ്പമായിട്ട് തോന്നും. പക്ഷേ ഇതിനകത്തൊക്കെ ഓരോന്നൊക്കെ കയറ്റി ഗ്യാസ് ഏതാണ്ടൊക്കെ കയറ്റി വിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി, ഒരു ഡോക്ടറിൻ്റെ പഴുത്ത മാങ്ങ വാങ്ങിക്കുമ്പോൾ എങ്ങനെ വാങ്ങിക്കണം. കണ്ടാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും, പക്ഷേ അതിലൊക്കെ ഓരോന്ന് ഇവർ ഗ്യാസ് അടിച്ചോ ഏതാണ്ട് വാതകങ്ങളൊക്കെ ചേർത്ത് ഇതിനെ പഴുപ്പിക്കും. ഇതൊക്കെ ക്യാൻസർ ബാധയാണ്. അപ്പം ഇന്ന് ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലരും ക്യാൻസർ ബാധിതരായിട്ട് മരിക്കുന്നു. നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവർ തന്നെയും ഉണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് എൻ്റെ ഒരു സെക്കൻഡ് കസിൻ്റെ ഒരു 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 പെൺകുട്ടി ഇതാണ് 40 ഹൂസ്റ്റണിൽ, അത് ഡാളസിലാണ് പെടമസൂരുടെ സ്ഥലത്താണ് മരിച്ചു. ഓക്കെ. എൻ്റെ കസിൻ്റെ, വേറെ ആരുമല്ല, എൻ്റെ വീട്ടിലുള്ള എൻ്റെ കാര്യമല്ല, എന്താ ക്യാൻസർ കൊണ്ട് മരിച്ചു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റായിരിക്കാൻ, അപ്പം ഈ വിശ്വാസ മേഖലയിലും ഇതുപോലുള്ളതായ അവതരണങ്ങൾ കൂടുന്നുണ്ട്. വിശ്വാസ മേഖലയിലും ദൈവവചനം അമ്മാനമാടുന്ന പരിപാടി. എപ്പോഴും ഞാൻ പറയുന്ന പോലെ, എന്തിനാ എപ്പോഴും പറയുന്നത്, പല രീതിയിൽ എന്തോ കർത്താവ് പഠിപ്പിച്ച വചനം വിട്ടിട്ട് ഏതാണ്ടോ ഭാഗ്യകരമായ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് കിട്ടും എന്നുള്ളതായ ഓഫറിങ് ആണെന്ന് സുവിശേഷത്തിൽ കൂടി പ്രചരിപ്പിക്കുന്നത് ആണ്. കർത്താവിനെ സത്യത്തിലോ ആത്മാവിലോ ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ വിശുദ്ധിയും വേർപാടും പാലിക്കണമെന്നോ ഇങ്ങനെയുള്ളതായ ഡോക്ട്രിൻ ഒന്നും പഠിപ്പിക്കുന്നില്ല. എവിടെ കേൾക്കുന്നുണ്ട്? എന്നോട് ഇന്നലെ ആരാണ്ട് പറഞ്ഞു, ഇപ്പോൾ ഏത് സഭയിലാണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധിയും വേർപാടും എന്നുള്ള വാക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല. പ്രസംഗത്തിൽ കേൾക്കുന്നുണ്ടോ? ഇല്ല. ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് തിങ് ആണ്. സ്തോത്രം. അപ്പം വിശ്വാസത്തിൻ്റെ വളർച്ചയെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ദൈവസന്നിധി ചെല്ലുവാൻ നമുക്ക് കഴിയേണ്ടത് എങ്ങനെയാണ്? അത് എക്സാക്ട്ലി. സ്തോത്രം. അപ്പം യേശു വിശ്വാസത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായുള്ള പരസ്പര ബന്ധവുമായി അവൻ എല്ലായ്പ്പോഴും അതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. അതായത് ഇപ്പം നാം വിശ്വാസം വളർച്ച പ്രാപിക്കുന്നുവെങ്കിൽ അത് നമുക്ക് മറ്റ് വിശ്വാസികളുമായുള്ള ബന്ധത്തെയും കൂടെ സ്വാധീനപ്പെടുത്തും. ഇപ്പം നിങ്ങളോട് വചനം പറയാം. ഇപ്പം എനിക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. അല്ലെ, എനിക്ക് ശരിയാമുള്ളൊരു വിശ്വാസ മേഖലയിലോട്ട് ഞാൻ എത്തിയില്ലെങ്കിൽ ഇപ്പം എനിക്ക് നിങ്ങളോട് വചനം പറയാൻ പറ്റും.
പക്ഷെ എത്തിയില്ലെങ്കിൽ അത് നിങ്ങൾക്കത് അല്പം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്തിയില്ലെങ്കിൽ നിങ്ങളിലോട്ട് ആ നല്ലൊരു വിശ്വാസത്തിൻ്റെ മേഖല പകരപ്പെടുത്തില്ല. ഞാൻ തന്നെ അഭിഷേകം പ്രാപിക്കാത്തവനും അല്ലെങ്കിൽ ദൈവവചനത്തെ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ കൈക്കൊണ്ട് സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷൻ ഇല്ലെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് ഇത് യാതൊരു പ്രാധാന്യവും റിസൾട്ടോ വിശുദ്ധിയോ ഒന്നും ഉണ്ടാകത്തില്ല. കുറേ കേൾക്കാവുന്ന മാത്രം സ്വതന്ത്രം. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളിൽ കൂടി മറ്റുള്ളവർക്ക് ചിന്താബോധവും പാപബോധവും എല്ലാം ഉപരിയാമണ്ണം കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന ആ ഒരു ഉൾപ്രേരണ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അത് വേണം നമ്മുടെ പ്രസംഗത്തിൽ കൂടി എപ്പോഴും പ്രതിഫലിക്കേണ്ടത്. അല്ല ഞാൻ കുറേ കഥകൾ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് എൻ്റെ സമയം ഞാൻ ചെലവഴിച്ച് അതല്ല അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. അറിയ ലൂക്കോസ് 17-3-4 വാക്യം എന്ന് വെച്ച് ലൂക്കോസ് 17-3-4 വാക്യം. ലൂക്കോസ് 17-3-4 വാക്യങ്ങൾ വായിക്കുക. സൂക്ഷിച്ചുകൊള്ളു. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാം, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കാം. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നെന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. ഓക്കെ, 5-ാം വാക്യം കൂടി. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരയണമേ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ കൂടി വായിക്കും. സോറി. Attention to yourself. If thy brother trespass against thee, rebuke him, and if he repent, forgive him. And if he trespass against thee 7 times in a day, and 7 times in a day turn again to thee, saying, I repent, thou shalt forgive him. And the apostle said unto the Lord, increase our faith. അപ്പല്ലേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് അപ്പോസ്തലന്മാർ ശിഷ്യന്മാരെ യേശുവിനോട് പറയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാണ്. ഈ സഭയിൽ തന്നെ വിശ്വാസികളും സഹവിശ്വാസികളും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, പല രീതിയിലുള്ള വിശ്വസിക്കുന്നവരുണ്ട്. പല ഉപദേശ സംഹിതകൾ എന്തെല്ലാമാണെന്ന് ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, വിഷയങ്ങളെടുത്ത് ഇങ്ങോട്ട് പറയുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതിങ്ങനെയൊക്കെ പറയാം. പ്രതികൂല വിശുദ്ധന്മാരുമായി, അങ്ങനെ ആ ഒരു പദപ്രയോഗം ഉപയോഗിക്കുക. പ്രതികൂല വിശുദ്ധന്മാരെന്ന് പറയും. അപ്പം സ്നേഹപൂർവ്വം കഴിഞ്ഞു കൂടുന്നതിന് വിശ്വാസം ആവശ്യമാണ്. സ്തോത്രം. പ്രതികൂല വിശുദ്ധന്മാരെന്ന് പറയുമ്പം സഭയിൽ എല്ലാവരും വിശുദ്ധന്മാർ തന്നെ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, നമ്മൾ അതിനെ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ പലരും പല രീതിയിലാണ് വിശ്വാസ മേഖലയിലായിരിക്കുന്നത്. അപ്പോസ്തലന്മാർ പറയാണ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. വിശ്വാസം എന്ന് പറയുന്നത് ഈ 17-6 വായിച്ച സഹോദരി ലൂക്കോസ്. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിലൂടെ വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഇംഗ്ലീഷിൽ കൂടി വായിക്കും. സോറി. And Lord said, if you had faith as a grain of mustard seed, you might say unto the sycamore tree, but be thou plucked up by the root, and be thou planted in the sea, and it should obey you. അതെ, ഇപ്പം ഇത് ഈ മർക്കോസ് 11:23 പറയുന്നുണ്ട്. അവിടെ അതിലൊന്നും വായിക്കാൻ നല്ലതായിരിക്കും. മർക്കോസ് 11:23 11:23. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട്
നീ നീങ്ങി കടലിൽ ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. സത്യമായിട്ട് നിങ്ങൾ പറയണം. അതായത് നമ്മുടെ അനുഭവത്തെ ദൈവവചനത്തിലേക്ക് നമ്മൾ ഉയർത്തണം. നമ്മുടെ അനുഭവത്തെ ദൈവവചനത്തിലേക്ക് ഉയർത്തണം എന്ന് പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? എന്തോ സോറി, what do you mean by that? ആ അതെ, ഇത് നമുക്കിപ്പോൾ നമ്മുടെ അനുഭവത്തെ നമുക്കിപ്പം പ്രശ്നങ്ങൾ നമുക്കെല്ലാം ഉണ്ടാകാറുണ്ട്. ആരുടെ ഇത് ഞാൻ എല്ലാവരെയും ചോദിച്ചുകൊണ്ട് തന്നെ പറയാം, എന്നെയൊക്കെ ചേർത്തുകൊണ്ട് പറയുന്നത്. ഇപ്പോൾ പ്രായമാകുന്നതോറും നമുക്ക് ഏതെങ്കിലും വിഷയത്തിലൊക്കെ ഭാരപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉറക്കം കിട്ടത്തില്ല. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പണ്ടത്തെ പോലെ അല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈനാൻഷ്യൽ കാര്യങ്ങളോ അല്ല മക്കളുടെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ. അപ്പം നമ്മളെ അനുഭവത്തെ നമ്മൾ ദൈവവചനത്തിലേക്ക് ഉയർത്തണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വചനത്തെ നമ്മൾ കൊണ്ടുവരണം അവിടെ. ഇപ്പം നമ്മളൊരു ഒരു പ്രഷർ കൂടുമ്പം മരുന്ന് കഴിക്കും, ഷുഗർ കൂടുമ്പം മരുന്ന് കഴിക്കും. നമുക്ക് ഇതുപോലെ മാനസികമായിട്ടുള്ളതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന എന്തോ പെട്ടമ്മസോരി ദൈവത്തിന്റെ വചനം കൊണ്ടുവരണം. ദൈവത്തിന്റെ വചനം കൊണ്ടുവരണം. നാം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കും. നിങ്ങളങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ടോ? ഒരു പ്രശ്നത്തെ നാം അഭിമുഖീകരിക്കുമ്പോൾ അതായത് നമ്മൾ ദൈവവചനത്തെ അവിടെ കൊണ്ടുവരണം. ദൈവവചനത്തെ അവിടോട്ട് ഇറക്കിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. ദൈവവചനത്തെ ഇറക്കിക്കൊണ്ടുവരുമ്പം നമുക്ക് വിജയം കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിൽ ആ വചനത്തെ ഇറക്കണം, മനസ്സിലാക്കണം. ഗ്ലോറി. അത് ദൈവത്തിന് വാക്തത്വമാണ്. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. ഈ വചനം പഠിക്കാൻ നമ്മളിവിടെ വന്നേക്കുന്നത്. ആത്മീയമായിട്ടുള്ള തീഷ്ണമായ കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ ധ്യാനിക്കുന്നത്. ആണ്. കഥകൾ കേൾക്കാൻ നമുക്കിഷ്ടം. നല്ല തന്നെ കഥകൾ വേണം, അതെല്ലാം ഉള്ള കാര്യം തന്നെ ഇല്ലെന്നല്ല. പക്ഷെ ആത്മീയത ഇപ്പം ഞാൻ പറഞ്ഞ വരി നമ്മുടെ അനുഭവത്തെ ദൈവവചനത്തിലേക്ക് നമ്മൾ ഉയർത്താതെ അതെ ഒരു കാര്യം സാധിക്കത്തില്ല. താങ്ക് യു ജീസസ്. അതല്ല. അപ്പം ദൈവവചനം പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്ന് വായിക്കാം. യിരെമ്യാ 1:12 വായിച്ചു. യിരെമ്യാ 1:12. യിരെമ്യാ 1:12. എന്നോട് നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുള്ളൂ എന്നല്ല ചെയ്തു. അതെ. ഇംഗ്ലീഷിൽ എങ്ങനെയാ സൗകര്യം? Then said the Lord unto me, Thou hast well seen, for I will hasten my word to perform it. അപ്പം വേറൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയുന്ന അർത്ഥം എന്നാണെന്നറിയോ? ഇപ്പം ബിജു സോലി വായിച്ചത് കിങ് ജെയിംസ് വേർഷൻ അല്ലേ? ഓക്കെ. വേറെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അതായത് എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ അതിൻ്റെ പിന്നിൽ നിലകൊള്ളും. സ്തോത്രം. അപ്പം അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കപ്പെടാൻ ഞാൻ അതിൻ്റെ പിന്നിൽ വന്ന് നിൽക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. അപ്പം ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മൾ. സ്തോത്രം. അതായത് അത് നാം സംസാരിക്കണം. അങ്ങനെയുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ പേരൊന്നും പറയുന്നില്ല. പല ദൈവമക്കളുമായിട്ട് എന്നെ സംസാരിക്കുമ്പോൾ വചനം പറയുന്ന ദൈവമക്കളുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അതങ്ങ് വികസിക്കും. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഉണ്ടല്ലോ.
ഇത് വചനം പറയുന്ന ദൈവമക്കളുണ്ട് ഉണ്ട്. ഈ ലൈനിലുള്ളവർ തന്നെയാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല. പേരൊന്നും പറയുന്ന ചിലർക്ക് അത് വേണ്ടല്ലോ, അത് പറയേണ്ട ആവശ്യമില്ല. അപ്പം വചനം പറയുമ്പം നമ്മൾ ഹൃദയം പിടഞ്ഞ് അങ്ങ് വികസിക്കും. അത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഒരു പ്രസംഗം കേൾക്കുന്നതിനെക്കാട്ടിലും പവർഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന വിശ്വാസികൾ നമുക്ക് രൂപപ്പെട്ടു വരണം. അല്ലാതെ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നുണയും കൊതിയും പറഞ്ഞ് അങ്ങനെ നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു. ഞാനതൊരു ആ ലാംഗ്വേജ് അങ്ങ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ, ആ ഒരു പദപ്രയോഗം. അത് ഉണ്ടല്ലോ, അതല്ല സ്തോത്രം. അപ്പം സംസാരിക്കുന്ന വിശ്വാസം, പറയുന്ന വിശ്വാസം, സംസാരത്തിൽ വിശ്വാസം പ്രതിഫലിക്കണം, പറയുന്നതിൽ വിശ്വാസം പ്രതിഫലിക്കണം, അല്ലേ? ആണ് സ്തോത്രം. അതെ. ഇതൊന്ന് വായിച്ച സൗരി ലൂക്കോസ് 17:6 അതൊന്ന് വായിച്ച്. ലൂക്കോസ് 17:6. ലൂക്കോസ് 17:6. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അപ്പം ഇതിനകത്ത് ചില ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസം കാണുമായിരിക്കും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ അല്പവിശ്വാസം മാത്രം മതിയാകുന്നു. എന്നാൽ ചിലർ അല്പവിശ്വാസം വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിറവേറ്റിയിട്ടില്ല എന്നും വ്യാഖ്യാനിക്കുന്നവരൊക്കെ ഉണ്ട്. എന്തെങ്കിലുമായിട്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ബന്ധത്തിൽ വാചന പറഞ്ഞു. കടുകുമണിയോളം കടുകുമണിയോളം എന്ന് പറയാൻ അതിൻ്റെ അർത്ഥമുണ്ട്. കടുകുമണി വളരുന്നത് പോലെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, വേറൊരു ട്രാൻസ്ലേഷനിലും വേദോസിലെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സൗകര്യ പദപ്രയോഗം നടക്കുന്നത്? You might say unto the sycamore tree, be thou plucked up by the root, and be thou planted in the sea, and it should obey you. അപ്പോൾ put it this way. കടുകുമണിയോളം വിശ്വാസം പറയുമ്പം കടുകുമണി വളർന്നു വരുമ്പം അത് വലിയൊരു വൃക്ഷമായി മാറും, ഒരു വലിയ മരമായിട്ട് മാറും. അപ്പം ഈ കടുകുമണി വളർന്നു വരുന്നത് പോലെ നമ്മുടെ വിശ്വാസം വളർത്തണം. സ്തോത്രം. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സ്തോത്രം. ഒന്നും കൂടി നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്നു. കടുകുമണിയുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ സംഗതി ചെറുത് കടുകുമണിയാണ് സംഗതി, പക്ഷേ ഇത് വളർന്നു വരികയാണ്. ഇതുപോലെ നമ്മുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യണം ഓരോ ദിവസവും. അല്ലേലൂയ. അതെ, സ്തോത്രം. അപ്പം സ്തോത്രം. അതെ. അപ്പം അങ്ങനെ നമ്മൾ ഇത് കടുകുമണി പോലെ വളർന്ന വിശ്വാസത്തിന് രോഗികളെ സൗഖ്യമാക്കുവാനും അടയാളങ്ങൾ നടക്കുന്നതും കാണുവാനൊക്കെ ഇടയായിത്തീരും. സ്തോത്രം. സ്തോത്രം. വേണേ ഇതിനോട് ഈ പറഞ്ഞതിനോട് വേണമെങ്കിൽ ഒന്നും കൂടി സപ്പോർട്ടീവായിട്ടുള്ള ഒരു കാര്യം, സ്തോത്രം, അതൊന്ന് വായിക്കാൻ നല്ലതായിരിക്കും. അതൊന്ന് വായിച്ച് മത്തായി 13-ാം അധ്യായം 31-32 വാക്യം. യെസ്, മത്തായി 13-ാം അധ്യായം 31-32 വാക്യം. അതെല്ലാത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കോണം വൃക്ഷമായി തീരുന്നു. കണ്ടോ, സിമ്പിൾ. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ കടുകുമണിയാണ്. ഒന്നും കൂടി അത് ക്ലിയറായിട്ട് ഇവിടെ കൂടി നമ്മൾ കാണുകയാണ്. അതായത് സ്വർഗരാജ്യം കടുകുമണിയോടും സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു, അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്നു സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. കണ്ടോ, ആകാശത്തിലെ പറവുകൾ വന്ന് അവിടെ തങ്ങിയിരിക്കുന്നു. ഇത് കണ്ടോ. അപ്പം കടുകുമണിയുടെ വിശ്വാസം പറയുമ്പോൾ ഇത് വളർന്ന് വലുതാണ്. അത് നമ്മുടെ വിശ്വാസ മേഖലയിൽ നാം വളർന്ന് വരണം. സമയം തീരുമ്പോൾ എന്നോട് സാറമ്മ അറിയിക്കണേ. ഓക്കെ, ഞാൻ ചിലപ്പോൾ വിട്ടുപോയെങ്കിൽ അഥവാ ഇൻ കേസ് മുൻകൂട്ടി പറയാണ്. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. അപ്പം അത് വൃക്ഷമായി തീർന്നു. സ്തോത്രം. വൃക്ഷമായി തീർന്നു.
അപ്പം കടുകുമണി ചെറിയതാണ് യേശു അത് പറഞ്ഞത്. അത് വളർന്നു കഴിയുമ്പം സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾക്ക് വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. നാം കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്. ഇന്ന് എങ്ങനെ വളർച്ചയുണ്ട്? ഞാൻ എപ്പോഴും പറയുന്നത്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? ചിന്തിക്കണം. ഉണ്ട്. ഓക്കെ ഓക്കെ റൈറ്റ് പറഞ്ഞു. അതുകൊള്ളാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ അതെ. അപ്പോൾ അത് വൃക്ഷമായി വളരണം, വളർത്തിക്കൊണ്ട് വരണം. അതിന് അനാസ്ഥയും കാണിക്കുന്നത്. ഇന്ന് സഭകളിലൊന്നും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാ വേറെ കാര്യം. ഇന്ന് യങ്സ്റ്റേഴ്സ് തന്നെ എടുക്കും. മലയാളികളുടെ കാര്യം ഞാൻ പറയുന്നത്, വെള്ളക്കാരുടെ എനിക്കറിയത്തില്ല, ഞാൻ അവിടെ പോകാറില്ല, നമുക്കറിയത്തില്ല. ഇപ്പം ഇന്ന് അഭിഷേകം പ്രാപിച്ച് എത്ര യുവതി യുവാക്കന്മാരുണ്ട്? നമ്മളൊക്കെ ആണെങ്കിൽ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി മീറ്റിംഗ് നടത്തും, അതിനു വേണ്ടി തന്നെ, അല്ലേ? ആണല്ലോ. കാത്തിരിപ്പിയോ എല്ലാ ആഴ്ചയിലും. ഞാൻ നാട്ടിലെ ബന്ധുക്കോസുകാരനല്ല, പെണ്ണമസോരിക്ക് അറിയാമല്ലോ, അങ്ങനെയല്ലേ? കാത്തിരിപ്പിയോ ഉണ്ടല്ലോ. എല്ലാ ആഴ്ചയിലാണോ മാസത്തിലൊരിക്കലാണോ? നാട്ടിൽ പിന്നെ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് പല ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരിപ്പിയോ, ഒരാഴ്ച മുഴുവനും കാത്തിരിപ്പിയോ. കേട്ടല്ലോ കാത്തിരിപ്പിയോ. ഇന്ന് അങ്ങനെ ഒരു പരിപാടി കേൾക്കാനും ഇല്ല, കാണാനും ഇല്ല. മറിച്ച് വല്ല പ്രവാചകന്മാരുടെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ചില അനുഗ്രഹങ്ങൾ വന്ന് വീഴുപോന്ന് കേൾക്കാൻ വേണ്ടി പോയിരിക്കുക. എന്നാൽ അഭിഷേകം പ്രാപിക്കാൻ ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ടോ? ഇന്ന് യൂട്യൂബിൽ കാണുന്നില്ലല്ലോ. ഇല്ല. കണ്ടോ? കാലം പോയ പൂക്കണ്ടോ. അപ്പം ഈ കടുകുമണി വളരുന്നില്ല. പിന്നെ എങ്ങനെ വിശ്വാസം പൊട്ടിച്ച് അല്ലെങ്കിൽ ഈ രോഗം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മാറിപ്പോകും? നോ, പോകത്തില്ല. അല്ലെങ്കിൽ സ്തോത്രം. അപ്പം വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് അല്പവിശ്വാസമല്ല, പക്ഷെ അത് വളരുന്ന വിശ്വാസമാകുന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പം വിശ്വാസത്തെപ്പറ്റി പൂർണ്ണമായ അത് വ്യത്യസ്തമായ ധാരണ ആയിത്തീരും. അതായത് അല്പവിശ്വാസം ചില കാര്യങ്ങൾ ചെയ്യും, വലിയ വിശ്വാസം വലിയ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ യേശു ഉപദേശിച്ച ഉപദേശം എന്തുവായിരുന്നു? വളരുന്ന വിശ്വാസമാണ്. അതാണ് വളരുന്ന വിശ്വാസം. കടുകുമണി അത് വളരുന്ന വിശ്വാസമാണ്. നാം അതായത് എങ്ങനെ, ഞാൻ പറഞ്ഞ വാക്കല്ലല്ലോ, വേണമെന്ന് വായിക്കും. റോമർ 1:17 എന്ന് വായിച്ചേ. റോമർ 1:17 എന്ന് വായിച്ചേ. റോമർ 1:17. ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. സോറി, 1:17 ഇംഗ്ലീഷ് എങ്ങനെയാണ്? For then the righteousness of God revealed from faith to faith, as it is written, from faith to faith, faith to faith, from faith to faith. അതാണ് വളരുന്ന വിശ്വാസം, കടുകുമണിയുള്ള വിശ്വാസം. ഇന്ന് നമുക്ക് എത്ര പേർക്കുണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ. അപ്പം പാരമ്പര്യമായിട്ടുള്ളതും പൂർണ്ണമായതുമായ വിശ്വാസത്തിലേക്ക് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇതിനെക്കുറിച്ച് പൗലോസ് 2 മിനിറ്റ്. ഓക്കെ, ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് അതുകൊണ്ടൊന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 13:2 എന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 13:2. അതെ, എനിക്ക് പ്രബോധനവരും ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. ഓക്കെ, അതെ, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും
മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും ആ അപ്പം പൗലോസ് ഇവിടെ മലകളെ നീക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം മലകളെ നീക്കുന്ന വിശ്വാസം പറയുമ്പം തക്ക സമ്പൂർണവും പൂർണ്ണ വളർച്ച പ്രാപിച്ച ആയ വിശ്വാസം, കടുകുമണിയോളം വിശ്വാസം. കഴിവുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മലയാളി നീക്കാൻ പറ്റുമെന്നുള്ളതല്ല, വളർച്ച പ്രാപിക്കുന്നത്, ഫെയ്ത്ത് ടു ഫെയ്ത്ത്. സ്തോത്രം. പൂർണ്ണ വിശ്വാസത്താൽ നിങ്ങൾക്ക് മലകളെ നീക്കുവാൻ കഴിയും. സ്തോത്രം. ഒരു മലയെ പുനഃസ്ഥാപിക്കുവാൻ പൂർണ്ണ വളർച്ച പ്രാപിച്ച വിശ്വാസം നമുക്ക് വേണം. സ്തോത്രം. അപ്പോൾ യേശു അങ്ങനെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്തോത്രം. നമ്മളൊക്കെ അറിയാമല്ലോ, മരുഭൂമലയിലോട്ട് പോയി പത്രോസ് യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോയത് നമുക്കറിയാം. സമയമായി എന്നത്തട്ടെ. സ്തോത്രം. അതുകൊണ്ട് നമുക്കിനിയും അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്ക് ബാക്കി നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആ യാക്കോബിൻ്റെ ലേഖനം 1:7 ഒന്നുകൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം. വായിക്കാം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളൊക്കെ ആശ്ചര്യനാണ്. അത് വല്ലതും ലഭിക്കുമെന്ന് വിചാരിച്ച് ദൈവമക്കളെ, നമുക്ക് വിശ്വാസത്തിൽ നമുക്ക് വളരാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. നമ്മൾ ദൈവം സമയം പോയത് അറിഞ്ഞില്ല. ദൈവം നമ്മളെ വെളിപ്പെടുത്തിയല്ലോ. തിരുവചനം വായിച്ചു തന്ന ഫ്രണ്ടമ്മ സഹോദരി, ബിജു സഹോദരി, അത് സാറാമ്മ, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.